നിങ്ങൾ നേരിടാൻ വേണ്ടി പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം പിണറായി വിജയൻ എന്ന് പറയുന്ന വലിയ നേതാവ് അവിടെ നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? കാരണം ഒരു സമയത്ത് ഇപ്പം അന്ന് കരുണാകരൻ നിൽക്കുമ്പം ഇപ്പുറത്ത് പിന്നെ നായനാരുണ്ട്, EMS ഉണ്ട്, വലിയ നേതാക്കന്മാരെ പ്രതിപക്ഷത്തുമുണ്ട്. പക്ഷെ ഇപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വലിയ നേതാവിനെ എതിർക്കാൻ പറ്റുന്ന ഒരു എങ്ങനെ നിങ്ങളത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി? അല്ല, അതിപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, തലമുറ മാറുമ്പോൾ അതിനനുസരിച്ച് കുറേ മാറ്റങ്ങൾ ഉണ്ടാകും. UDF സംബന്ധിച്ച് ഇന്നലെ വരെ ഞങ്ങൾക്ക് ഈ പ്രയാസം ഉണ്ടായിരുന്നില്ല. കാരണം മുഖ്യമന്ത്രിയെ ഞങ്ങൾ ഇലക്ഷൻ കഴിഞ്ഞ് തീരുമാനിക്കുന്നത് പറയുമ്പോഴും കരുണാകരൻ്റെ കാലത്ത് എല്ലാവർക്കും അറിയാം ജയിച്ച മുഖ്യമന്ത്രി കരുണാകരനാണ്. ആൻ്റണിയുടെ കാലത്ത് അത് തന്നെയായിരുന്നു സ്ഥിതി. ഉമ്മൻചാണ്ടിയുടെ കാലത്തും അത് തന്നെയായിരുന്നു. ശരിയല്ല, രമേശ് KPC പ്രസിഡന്റ് ആയിരുന്നെങ്കിലും കോൺഗ്രസിൻ്റെ രീതി പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാവാണ്. ആകെ ഒരിക്കലും ആവാതിരുന്നിട്ടുള്ളൂ PT ചാക്കോ. PT ചാക്കോന് പകരം KPC പ്രസിഡന്റായി വന്ന ശങ്കർ മുഖ്യമന്ത്രിയായി. പക്ഷേ അതിനുശേഷമുള്ള പ്രക്രിയ പരിശോധിച്ചാൽ പ്രതിപക്ഷ നേതാക്കന്മാരാണ് മുഖ്യമന്ത്രിയായിട്ട് വന്നിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴൊരു എന്തുണ്ടായെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ ഭരണം നഷ്ടപ്പെട്ടു. അപ്പോൾ പ്രതിപക്ഷ നേതാവ് ചേഞ്ച് വന്നു. അപ്പോൾ ഇപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവുണ്ട്, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുണ്ട്. അപ്പോൾ ആരാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കത് പുറത്ത് പറയാൻ പറ്റില്ല. സത്യത്തിൽ ഞങ്ങൾ തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ ജനങ്ങൾ ചോദിക്കുമ്പോൾ ഇപ്പുറത്ത് പിണറായി വിജയൻ, അപ്പോൾ നിങ്ങൾക്ക് ആരാന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഭൂരിപക്ഷം കിട്ടിയ MLA വന്ന് ആലോചിച്ച് തീരുമാനിക്കുന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഈ കരുണാകരനെ ദഹിക്കുന്ന പോലെ, ഉമ്മൻചാണ്ടിയെ ദഹിക്കുന്ന പോലെ, ആൻ്റണിയെ ദഹിക്കുന്ന പോലത്തെ ഒരു ദഹനം ഇക്കാര്യത്തിലില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതില്ല എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ മുന്നണിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വികസനങ്ങൾ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യും. ഞങ്ങൾ ഇതുവരെ ഇപ്പോൾ പിണറായി വിജയൻ തുടങ്ങിയ വികസനമാണെന്ന് വിചാരിച്ച് ഞങ്ങൾ നിർത്തില്ല. അങ്ങനെ തീർച്ചയായിട്ടും ഞങ്ങൾ വികസനത്തിൽ തുടർ പ്രക്രിയ. ഞാനൊരു ഉദാഹരണം പറയാം. ഈ സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി എന്നപ്പോഴാണ് കൊണ്ടുവന്നത്. ഞങ്ങൾ വന്നപ്പോഴാണ് അത് വ്യാപിപ്പിച്ചു. ഞങ്ങൾ പറഞ്ഞു ഇത് കോടിയേരിയുടെ പ്രൊജക്റ്റ് ആണെങ്കിലും ഇത് നല്ലൊരു പ്രൊജക്റ്റാണ്, അതുകൊണ്ട് ഇത് ഞങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പോകും. അത് തന്നെ പിണറായി വന്നപ്പോൾ അന്ന് എൻ്റെ നിയോജകമണ്ഡലത്തിൽ കുറേ SPC യൂണിറ്റുകൾ അധികം തന്നു, സ്റ്റുഡൻസ് പോലീസ് കാഡറ്റിൻ്റെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ അന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സർക്കാർ ഒരു വികസനം, അവരുടെ വികസനം എന്ന് അവർ അവകാശപ്പെട്ടാലും ഞങ്ങൾ വന്നാലും അത് പിണറായി സർക്കാരിൻ്റെ കാലത്തെ വികസനമാണ് എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യില്ല. ഞങ്ങൾ ആ വികസന പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകും.